ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളുടെ പറമ്പിൽ തന്നെ ഉണ്ടായ കൊലച്ച വാഴ വെട്ടിയതിന് ശേഷം കിട്ടുന്ന ഉണ്ണിത്തണ്ട് അല്ലാന്നുണ്ടെങ്കിൽ വാഴപ്പിണ്ടി എന്നൊക്കെ പറയും. ഉണ്ണിത്തണ്ടും പച്ചരിയും കൊണ്ടാണ് നമ്മൾ ഇന്നൊരു കൊണ്ടാട്ടം ഉണ്ടാക്കാൻ പോകുന്നത്. വാഴയുടെ ഉള്ളിലുള്ള ഉണ്ണിത്തണ്ട് മാത്രം എടുത്ത് നമുക്ക് 3 ഉണ്ണിത്തണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് ഉണ്ണിത്തണ്ടിനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം നമുക്ക് പച്ചരി ഇടാം. ഇവിടെ 3 ഗ്ലാസ്സാണ് പച്ചരി ഇടുന്നത്. പച്ചരി നന്നായി കഴുകിയതിനു ശേഷം ഒരു കുക്കറിലേക്ക് എല്ലാ പച്ചരിയും ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണ്ണിത്തണ്ട് ഇതിലേക്കിടുക. അതിനുശേഷം 1 സ്പൂൺ ചെറിയ ജീരകം ഇടുക. ഇനി 4 പച്ചമുളകാണ് ഞാൻ ഇവിടെ ഇടുന്നത്. നിങ്ങൾക്ക് എത്ര എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിലും ഇടാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. കുക്കറിൽ 4 വിസിൽ വരുന്നത് വരെ വയ്ക്കുക. 4 വിസിൽ വന്നതിന് ശേഷം നമ്മളുടെ ഉണ്ണിത്തണ്ടും പച്ചരിയും നന്നായി വെന്തിട്ടുണ്ടാകും. നന്നായി മിക്സ് ചെയ്യുക. ചൂടാറിയതിന് ശേഷം നമുക്ക് വെയിലത്ത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ പറ്റും. കൊണ്ടാട്ടം ഇതുപോലെ ഉണക്കാൻ വയ്ക്കുക. ഇത്രയും കൊണ്ടാട്ടം കിട്ടിയിട്ടുണ്ട്. മിനിമം 2 ദിവസമെങ്കിലും ഉണങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഉണങ്ങിയതിന് ശേഷമുള്ള കൊണ്ടാട്ടമാണ് ഇത്. നമുക്ക് ഒന്ന് വറുത്ത് കൂടെ നോക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രം കൊണ്ടാട്ടമിട്ട് വറുത്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നന്നായി മൊരിയില്ല. കൊണ്ടാട്ടം ഇതുപോലെ ഇട്ട് നന്നായി വറുത്തെടുക്കുക. ഇതുപോലത്തെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അത് വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളുടെ ഉണ്ണിത്തണ്ടും പച്ചരിയും കൊണ്ടുള്ള കൊണ്ടാട്ടം റെഡിയായി.